രാവിലെ 10 ദിവസം നീണ്ടു നിന്ന സസ്പെൻസ്, അതൊരു നീണ്ട സസ്പെൻസ് ആയിരുന്നു. ഒടുക്കം ഐക്യജനാധിപത്യ മുന്നണി അവരുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വി.ഡി. സതീശൻ കേരളത്തെ നയിക്കും. നമ്പർ 1 പട നയിച്ചവൻ നാട് നയിക്കുമ്പോൾ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വന്നു നിൽക്കുന്നത് പിണറായി വിജയന്റെ പേരാണ്. മുൻപൊക്കെ കെ.എൻ. ബാലഗോപാലിന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. പിണറായി വരാൻ സാധ്യതയുണ്ട് എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ പിണറായി തന്നെയാണ് എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇത് കേൾക്കുമ്പോൾ വരുന്ന ഒരു ചെറിയ സംശയമാണ്, പിണറായി അല്ലാതെ മറ്റൊരു നേതാവിനെ നേതൃനിരയിലേക്ക് ഉയർത്തി കാണിക്കുവാൻ ഇടതുപക്ഷത്തിന് ഇല്ല എന്ന് ഉറപ്പിക്കുന്നതല്ലേ ഈ ഒരു തിരഞ്ഞെടുപ്പ്? അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് LDF അല്ലാതെ മറ്റാര്, പിണറായി വിജയൻ അല്ലാതെ മറ്റാര്. 10 വർഷം ഇടതുപക്ഷ മുന്നണിയെ മുന്നോട്ട് നയിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു. പക്ഷെ ആ നേതാവിന്റെ അവസാനഘട്ട കാലഘട്ടത്തിൽ ഏറ്റവും വലിയ LDFനെ സംബന്ധിച്ച് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണം കെട്ട തോൽവിയിലൂടെയാണ് കടന്നു പോകുന്നത്. 35 എന്ന് പറയുന്നൊരു സംഖ്യയിലേക്ക് LDF മുന്നണി എത്തിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഈ പിണറായി വിജയൻ തന്നെയായിരുന്നു. ഇന്ന് ഈ പാർട്ടി കമ്മിറ്റികളിൽ ഏറ്റവും കൂടുതലും ഉയർന്നു കേൾക്കുന്നതും ഏറ്റവും കൂടുതലും പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നതും പാർട്ടി സെക്രട്ടറിക്കെതിരെയാണ്. ഗോവിന്ദൻ മാഷിന്റെ രീതികൾ പലപ്പോഴും ശരിയായിരുന്നില്ല. പാർട്ടിയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിലപാടുകൾ പറയാൻ പാർട്ടിക്ക് കഴിയാതെ പോയി എന്നത് ഇടതുപക്ഷം ഇപ്പോൾ തുറന്നു കാട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും എന്തുകൊണ്ട് പിണറായി വിജയനെ മാറ്റി നിർത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കാണിക്കാൻ കഴിയുന്നൊരു മുഖം LDFിൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. 10 വർഷം LDF അധികാരത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ പിണറായി വിജയൻ അല്ലാതെ മറ്റാരും ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. ബാലഗോപാലിനെ പോലൊരു പേര് കാണിക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് താക്കോൽ സ്ഥാനം കണ്ണൂർ ലോബി കൈവിടാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കണ്ണൂരിൽ നിന്നും ഈ പാർട്ടി സംഘടനാ സംവിധാനം അധികാര കേന്ദ്രങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കണ്ണൂരിലേക്ക് വരില്ല എന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇനി അത് കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഒരു കാലഘട്ടത്തേക്ക് കൊല്ലം ലോബി ആയിരിക്കും ഇനി ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. 5 കൊല്ലക്കാലം അധികാരങ്ങൾ മുഴുവൻ കൊല്ലത്തേക്ക് മാറുന്നൊരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ണൂർ ലോബി എന്ന് പറയുന്നത് പാർട്ടിയിലെ ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ജയരാജന്മാർ നിയന്ത്രിച്ചിരുന്ന കണ്ണൂർ, അങ്ങനെയായിരുന്നു കണ്ണൂരിനെ വിശേഷിപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് എല്ലാവരെയും വെട്ടി നിരത്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കടന്നുവരവ്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ അധികാരനായിട്ടുള്ള നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുധാകരന്റെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന നമ്മൾ കാണും. അപ്പൊ അതേപോലെയാണ് കണ്ണൂരിൽ നിന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പേര്. പക്ഷേ കോൺഗ്രസിനെ എടുത്തു കാണിക്കാൻ സുധാകരൻ മാത്രമായിരുന്നില്ല. സതീശൻ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു, KM അഭിജിത്ത് ഉണ്ടായിരുന്നു, PC വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി ഒരു പറ്റം യുവ നേതാക്കളുടെ ഒരു പേരുകൾ UDFന് പറയാനുണ്ടായിരുന്നു, കോൺഗ്രസിന് പറയാനുണ്ടായിരുന്നു. പക്ഷെ LDF ആരെയും വളർത്തിയില്ല, വളരാൻ അനുവദിച്ചില്ല. ഇപ്പോ സൂര്യന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചൂട് കൊണ്ട് എല്ലാവരും വാടിപ്പോകുമെന്ന് പറയുന്നത് പോലെ ആ താപത്തിൽ എല്ലാം നശിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആരും വളർന്നില്ല. ജയിക്കിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബലിമൃഗമായി വളർത്തിക്കൊണ്ട് വന്നു എന്ന് പറയണം അല്ലേ? പിണറായി വിജയന്റെ ചൂട് കൂടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മരത്തിന് വളരണമെങ്കിൽ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. പക്ഷേ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സംഭവിച്ചത് ശോഭയുണ്ടല്ലോ പിണറായി വിജയന്റെ, 5 കൊല്ലം ഭരിച്ചപ്പോഴത്തേക്കും ആ ശോഭ അങ്ങ് വല്ലാണ്ട് വളർന്നു പോയപ്പോ ആ ചൂടും അതിന്റെ കൂട്ടത്തിൽ കൂടിപ്പോയി. അതിന്റെ തണലിൽ ഉണ്ടായിരുന്ന എല്ലാ വൃക്ഷങ്ങളും കരിഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് മറ്റൊരു പേരിലേക്ക് LDF സംവിധാനത്തിന് എത്താൻ കഴിയാതെ പോകുന്നത്. എന്താണെങ്കിലും പാർട്ടി തിരിച്ചു വരുമെന്ന് തന്നെയാണ് പാർട്ടി അണികളുടെ വിശ്വാസം. കാരണം ഇടതുപക്ഷം കേരളത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ BJP കടന്നു വരാതിരിക്കുകയുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ UDFും LDFും 2 സംഘടനാ സംവിധാനങ്ങൾ കൃത്യമായി ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവുമായി പോയെങ്കിൽ മാത്രമേ BJPക്ക് ഒരു സ്പേസ് ഇല്ലാണ്ടാവുകയുള്ളൂ. അവിടെ LDF ഒന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കടന്നു വരാൻ പോകുന്നത് BJP ആണ്. എപ്പോഴും ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ അടിത്തട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം പറയും കോൺഗ്രസിലുള്ളവരാണ് BJPയിലേക്ക് പോകുന്നത്, കരുണാകരന്റെ മകൾ പോയില്ലേ, AK ആന്റണിയുടെ മകൻ പോയില്ലേ, അങ്ങനെ ഒരുപാട് പേരുകൾ പറയുമ്പോഴും അടിത്തട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും അടിത്തട്ട് ശ്രദ്ധിക്കുന്നില്ല, സാധാരണപ്പെട്ട ജനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഈ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന സാധാരണപ്പെട്ട അടിസ്ഥാന വർഗങ്ങൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് BJPയിലേക്കാണ്. എന്തുകൊണ്ട് BJP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് CPM കോൺഗ്രസ് വിഷയങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വലിയ വലിയ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ DYFI എന്നൊരു പേര് കേൾക്കാൻ പോയില്ലാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയല്ലേ. DYFIയും SFIയും ഒക്കെ ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. SFI ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI ഉണ്ടായതുകൊണ്ടും ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് SFI നിലനിൽക്കുന്നതുകൊണ്ടും SFIയുടെ പേരുകൾ കേൾക്കാം. DYFI എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DYFIയിൽ കൃത്യമായിട്ടൊരു നേതൃത്വമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ SFIയിൽ നിന്നും വളർന്നു വരുന്ന ആളുകൾ ആര് വളർന്നു വരുന്നവരെ എനിക്ക് തോന്നുന്നു യുവനിരയിൽ ഇവർക്ക് പറയുവാനായിട്ട് 1-2 പേരുകളേ ഉള്ളൂ. ഒന്നൊരു ആർഷോ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ജെയ്ക്സി തോമസ്, അല്ലാതെ വേറെ പേരുകളൊന്നും അങ്ങനെ ആര്യക്കെതിരെ പോയെന്ന് പോലും ആർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെല്ലാം നയിക്കാൻ മുന്നിലുണ്ടായിരുന്നു, പക്ഷെ ഇവർ എത്രത്തോളം കേപ്പബിൾ ആയിരുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ്. ഇപ്പൊ ആർഷോയ്ക്കെതിരെ തന്നെ PK ശശി ഉന്നയിച്ച വലിയ ചോദ്യശരങ്ങളുണ്ട്. അത് DYFIയും SFIയും ഒക്കെ നാണം കെടുത്തുന്ന തരത്തിലൊരു ചോദ്യമായിരുന്നു. എറണാകുളത്ത് നിന്നൊരു നേതാവ് വരുന്നുണ്ട്, എവിടെയെങ്കിലും ചാരി നിന്നാൽ മാത്രമേ അയാൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ, കഞ്ചാവ് വലിച്ച് മൂത്ത് നേതാവായ ഒരാളാണ് എന്നാണ് ആർഷോയെ PK ശശി സ്വന്തം പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ വിശേഷിപ്പിക്കുന്ന ഒരു കാഴ്ച. അപ്പോ ഈ പാർട്ടിയുടെ ഒരു മുഖം അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന, കഞ്ചാവ് ഉപയോഗിക്കുന്ന കുറച്ച് അണികൾ അല്ലെങ്കിൽ കുറച്ച് യുവാക്കളുടെ പാർട്ടി എന്നുള്ളൊരു അധിക്ഷേപം DYFIക്കും SFIക്കും ചാർത്തി കിട്ടുന്ന അമൽ എന്ന് പറയുന്ന നേതാവിനെ ലോറി കഞ്ചാവുമായിട്ടാണ് പോലീസ് ബുക്ക് ചെയ്തത്. ഇത് തന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇടതുപക്ഷത്തിന്റെ ചേരികളിൽ നിൽക്കുന്ന ആളുകൾ ഈ കേസുകൾ കുടുങ്ങുന്നു. ആലപ്പുഴയിൽ G സുധാകരൻ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് ആലപ്പുഴ ഒരു കോക്കസ് ആണ് ഈ CPMനെ നേതൃത്വം. അതൊരു ലോബിയാണ്, അത് ലഹരി മരുന്ന് ലോബിയാണ്, മണൽ മാഫിയാണ്, അങ്ങനെ ഒരു മാഫിയ സംഘങ്ങൾ ഭരിക്കുന്ന വർഗീയതയും മാഫിയയും കൂടെ കലർന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോക്കസ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ നിന്നും ഇടതുപക്ഷം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷം പുതിയ രീതിയിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്? അധികാരം കിട്ടിയ ഒരു പരിധി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മറന്നുപോയൊരു സംഘടനയാണ് ഇടതുപക്ഷം. അധികാരഭ്രമം തലയ്ക്ക് മുറുകിപ്പോയി. അധികാരം എല്ലാവരെയും ദുഷിപ്പിക്കുമെന്ന് പറയുന്ന VD സതീശന്റെ ഒരു പ്രസംഗം ആ വേളയിൽ എനിക്ക് ഓർമ്മ വരും. കാരണം അദ്ദേഹം പറയുന്നത് പോലെ ഒരു പരിധിയിൽ കൂടുതൽ അധികാരം കയ്യിലേക്ക് വരികയാണെങ്കിൽ, നിയന്ത്രിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാം ഒരു ദുഷിപ്പ് മാത്രമായിരിക്കും, വിഷം മാത്രമായിരിക്കും. ഇവിടെ പിണറായി വിജയൻ എന്താണ് സംഭവിച്ചത്? പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് കടന്നു വന്നിട്ടുള്ള വഴികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ വെട്ടിനിരത്തിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരവ്. പിന്നീട് കണ്ണൂരുണ്ടായിരുന്ന ജയരാജന്മാരെ എല്ലാം വെട്ടിനിരത്തി. ഇന്ന് ഒരു ജയരാജന്മാരുടെ പേര് പോലും കേൾക്കാനില്ലാത്ത സാഹചര്യം ഉണ്ടായി. പാർട്ടിയെ മൊത്തത്തിൽ തന്റെ അധീനതയിലാക്കുന്ന ഒരു സാഹചര്യം. അത് നേതാവിന്റെ ഒരു ശക്തിയാണത്. ശക്തിയുള്ളൊരു നേതാവ് തന്നെയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ശക്തി സാധാരണപ്പെട്ട അടിത്തട്ടുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചില്ല. താൻ പറയുന്നത് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ അനുസരിക്കുന്നത്, തൻ്റെ അണികളാണ്, തൻ്റെ പ്രവർത്തകരാണ് ഈ സംഘടനയിൽ ഉള്ളത് എന്നുള്ള ഒറ്റ ചിന്ത. അത് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് 102 സീറ്റ് നേടിയാണ്. ഈ 102 സീറ്റുകൾ നേടാൻ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും വോട്ട്, അതായത് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും മാത്രം വിചാരിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ മനസ്സുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് കോൺഗ്രസിനുള്ളിലാണെങ്കിലും LDFിലാണെങ്കിലും ഇടതുപക്ഷ മനസ്സുള്ള ആളുകളാണ്. വിപ്ലവം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ യുവാക്കൾ, വളർന്നു വരുന്ന യുവാക്കൾ, അവരിൽ ഭൂരിപക്ഷം പേരും ഒരു ഇടതുപക്ഷ മനോഭാവത്തിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പോ അതിനുശേഷം വന്ന് ഒരു 18, 21, 25 വയസ്സിന് ശേഷമാണ് ഇവരെല്ലാം അതിൽ നിന്നും വ്യതിചലിച്ച് കോൺഗ്രസ് ഐഡിയോളജിയിലേക്കും കോൺഗ്രസിന് വോട്ട്
ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. 10-25 വയസ്സ് വരെയുള്ള യുവാക്കൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് LDF-നാണ്. ഇവിടെ സ്കൂൾ കാലഘട്ടം തൊട്ടുള്ള ഒരു സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ SFI തന്നെയാണ്. KSU പോലും പല ക്യാമ്പസുകളിലും പ്ലസ് ടു കോളേജ് ഈ ഒരു ലെവലിൽ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷെ SFI അങ്ങനെയല്ല. SFI 1ാം ക്ലാസ് തൊട്ട് SFI യൂണിറ്റുകളുണ്ട്, അല്ലെങ്കിൽ 5ാം ക്ലാസ് തൊട്ട് SFI യൂണിറ്റുകളുണ്ട്. അപ്പോൾ ചെറിയ പ്രായം തൊട്ടേ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് SFI ഉണ്ട്. പക്ഷെ ഇവരെല്ലാം എന്താണ് ഇവരുടെ സംഘടന എന്ന് പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യം ഈ 10 കൊല്ലക്കാലം ഉണ്ടായിരുന്നു. SFI എന്താണെന്നും ഇപ്പോൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ഇവരുടെ കൊടികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് പോലും അറിയാത്ത സംഘടനയായിട്ട് അവർ പറയുന്നതാണ് ശരി, അവരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരുമല്ല എന്നുള്ള ഇവരുടെ ധാർഷ്ട്യമുണ്ടല്ലോ. ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ വെകിളി കൂട്ടങ്ങളായിട്ട് SFI മാറുന്ന ഒരു കാഴ്ച, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പോലും തല്ലി തകർക്കുന്ന ഒരു കാഴ്ച. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിലെല്ലാം ഉണ്ട് കൃത്യമായിട്ട്. SFI ഇവിടെ കാട്ടിക്കൂട്ടിയ അധിക്ഷേപങ്ങൾ, അധികാരമുണ്ട് എന്നുള്ളതിന്റെ അഹംഭാവത്തിൽ, ആരും തങ്ങളെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ള അവരുടെ രാഷ്ട്രീയത്തിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അവര് കേരളത്തിലെ പോലീസിനെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഞങ്ങളെ തൊട്ടാൽ തിരിച്ചു തല്ലുന്നത്. ആരാണ് SFI? കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമാണ്. കേരളത്തിലെ പോലീസ് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കാലം എന്തുകൊണ്ടാണ് പോലീസിനെ തിരിച്ചു തല്ലാൻ പോവാഞ്ഞത്? തിരിച്ചു തല്ലി. സ്വന്തം പാർട്ടിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പോലും തിരിച്ചു തല്ലാതെ എങ്ങനെയാണ്? എന്താണ് SFI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനയാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. സ്വന്തം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കുഴി തോണ്ടുന്ന, അധ്യാപകരെ അടിക്കുന്ന, അധ്യാപകരെ കരിയോയിലൊഴിക്കുന്ന സംഘടനയല്ലേ SFI എന്ന് പറയുന്നത്. അപ്പോ എന്തായാലും രാഹുലെ, ഇനിയുള്ള 5 വർഷക്കാലം മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇനിയിപ്പോൾ കൊടി പിടിക്കാനും സമരം ചെയ്യാനും ഒക്കെ ഇറങ്ങുമല്ലോ കുട്ടി നേതാക്കൾ. ഇത്രയും കാലം മാളത്തിൽ ഒളിച്ചിരുന്ന പറച്ചിലായിരുന്നു ചോദിച്ചോക്കോ, 10 കൊല്ലക്കാലം ഞങ്ങൾ ഇല്ലായിരുന്നു എന്ന് വെച്ച് ഇനി ഈ 10 കൊല്ലക്കാലങ്ങൾക്ക് ശേഷം ഇനി എന്താണ് SFI എന്ന് അറിയാൻ പോകുകയാണെന്ന്. അപ്പൊ 10 കൊല്ലക്കാലം നിങ്ങൾ അടിമകളായി ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അങ്ങനെയാണോ വേണ്ടത്? സ്വന്തം പാർട്ടി തെറ്റ് ചെയ്താൽ പോലും ചോദ്യം ചെയ്യേണ്ട ഒരു സംഘടന. ഇവര് പറയുമല്ലോ, ഞങ്ങൾക്ക് CPM-ഉമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ മറ്റൊരു സംഘടനയാണ്, ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ്. SFI പറയുന്നതാണ്, അല്ലെങ്കിൽ DYFI പറയുന്നതാണ്. പക്ഷേ 10 കൊല്ലക്കാലം ഈ സ്വതന്ത്ര സംഘടന എവിടെ പോയി? അടിമകളായി ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നല്ലോ. അധികാരം കിട്ടിയപ്പോ അധികാരം കൊണ്ട് എന്തും ചെയ്യാം, ആരെയും അങ്ങ് സ്ഥലം മാറ്റി കളയാമെന്നുള്ള ഹുങ്കുണ്ടായിരുന്നല്ലോ. ഇനി കാണട്ടെ, ഇനി കാണിക്കൂ SFI എന്താണെന്ന്. ഇവര് ഇനി എല്ലാ ദിവസവും സമരങ്ങളുമായിട്ട് ഇറങ്ങുമായിരിക്കും, എല്ലാ ദിവസവും. അവിടെയാണ് രാഷ്ട്രീയ മാന്യത നമ്മൾ കാണേണ്ടത്. ഈ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കേരളത്തിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത സംഘടനയുടെ പേര് കോൺഗ്രസ് എന്നാണ്. എന്തുകൊണ്ടാണ്? സമരം നടത്താതെ, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, സമരങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. 35 സീറ്റിലാണ് CPM ഇരിക്കുന്നത് ഓർക്കണം. 102, അതായത് ഹർത്താലുകൾ നടത്താതെ, സമരങ്ങൾ നടത്താതെ എന്ന് ഈ ക്യാമ്പയിനുകൾ ഉന്നയിക്കുമല്ലോ, ഈ ഇലക്ഷൻ സമയത്ത് ഉന്നയിച്ചപ്പോ അതിന് ഹർത്താൽ നടത്താൻ എന്താണ് പിണറായി വിജയന് കുറവുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എന്ത് മോശമാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. മോശങ്ങൾ ഉണ്ടായിരുന്നു, അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ജനങ്ങളെ ദ്രോഹിക്കാതെ ഒരു സംഘടന നിന്നതുകൊണ്ട്, ആ സംഘടനയ്ക്കൊപ്പം വർഗീയതയ്ക്കെതിരെ നിന്നതുകൊണ്ട് ആ സംഘടനയ്ക്കൊപ്പം നിലനിന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടുത്തെ CPM-കാർ വരെ വോട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ വിജയിച്ചിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തു തന്നെയാണെങ്കിലും ഇനി പിണറായി വിജയനാണ് കേരളത്തെ പ്രതിപക്ഷ നേതാവായിട്ട് ഭരിക്കുന്നെങ്കിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അസ്തമിച്ചു കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഒരു പുതിയ യുഗമാണ്, പുതിയ മുഖ്യമന്ത്രിയാണ്. ഇനി പിണറായി വിജയന് സഭയിൽ വന്നിരുന്ന് സാർ എന്ന് വിളിക്കേണ്ടി വരും. അത് ആരെയാണ് എന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനത.